ഹായ്, ഇസ്ബി കിച്ചൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലാണ്. ദ ഫുഡ് ഫാക്ടറി ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പം മരത്താകര ഹൈവേയിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്, നിയറസ്റ്റ് ടു ബെൻസ് ഷോറൂം. അപ്പോൾ ഞങ്ങളിതിൽ 1-2 പ്രാവശ്യം പോയപ്പോൾ ഈ നല്ല ഒരു ഹോട്ടൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇതുവരെ ഇവിടുത്തെ ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്, അത്യാവശ്യം കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. നമ്മൾ കുറച്ച് തിരക്ക് കുറഞ്ഞ സമയത്താണ് കേട്ടോ ഇവിടെ വന്ന് കയറിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പിടിക്കാനുള്ള ഒരു സൗകര്യത്തിന്. ഇനി ഈ ആംബിയൻസ് ഒക്കെ കണ്ടില്ലേ, ഇനി നമുക്ക് ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവിടുത്തെ ഫുഡ് നമുക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇതേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ റെസ്റ്റോറൻറ്റ് ഒരു സൈഡിൽ അൽഫാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൗണ്ടറും അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു നല്ല ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഒരു ടേക്ക് അവേ കൗണ്ടറും ഉണ്ട് കേട്ടോ. നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസിനൊക്കെ വന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്റ്റൈലിഷ് ആൻഡ് മോഡേൺ ആയിട്ടുള്ള ഡെക്കറേഷനൊക്കെയാണ്. അതിൻ്റെ ഉള്ളൊരു നല്ലൊരു അക്വേറിയം ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ലൈറ്റിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ റെസ്റ്റോറൻറ്റിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റടിച്ച് നടന്നു കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് കണ്ടു. കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിലെ കിച്ചൺ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നല്ല അടുക്കും ചിട്ടയും നീറ്റ്നെസ്സും ഉള്ള ഒരു കിച്ചൺ തന്നെ. ഉച്ചത്തിരക്കിൻ്റെ ഒരു മല്ലയുദ്ധം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് ജോലിക്കാരൊക്കെ. ഉച്ചവെയിലിൻ്റെ ചൂടും അടുക്കളയിലെ ചൂടും രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ കൂടി ഉണ്ട് അടുക്കളയിൽ. നമ്മുടെ റെസ്റ്റോറൻറ്റിന് യോജിച്ചിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ മേഖലയിൽ ഇപ്പോൾ വന്നതാണ്. എത്ര വർഷമായി നമ്മൾ ഈ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് ഇപ്പോൾ 5 വർഷമായി. പക്ഷേ ഫുഡിൻ്റെ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുള്ളതല്ല. എൻ്റെ മുത്തച്ഛനൊക്കെ ഹോട്ടലിൻ്റെ ആയിരുന്നു. പിന്നെ ഇതിനോടൊരു ക്രൈസ് ഉണ്ട്. ഹോട്ടൽ നടത്താനുള്ള താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിൽ വളർന്നതിന് നമ്മളെ മുത്തച്ഛൻ ഈ ചെറിയ അന്ന് വലിയ ഹോട്ടലൊന്നുമല്ല, ഔഷധി ക്യാൻറ്റീനൊക്കെ ഞങ്ങളാണ് നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനോട് താല്പര്യം. പിന്നെ ഈ വിളമ്പി കൊടുക്കുക, മറ്റുള്ളവരുടെ ഒരു സന്തോഷം കാണാനൊക്കെ പറഞ്ഞ ഒരു ഇതാണല്ലോ. പിന്നെ ഇവിടുത്തെ എങ്ങനെയാ ഡിഷുകൾ, എങ്ങനത്തെ ഡിഷുകളൊക്കെയാണ്? അതായത് വെറൈറ്റി വെറൈറ്റി നമ്മളുടേതായിട്ടുള്ള ഒരു 4 വെറൈറ്റി സാധനങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ചൈനീസ്, മാതിരി അറേബ്യൻ എല്ലാ ഫുഡും ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഈ റെസ്റ്റോറൻ്റായിട്ട് ഇതുപോലെ ഉള്ളൊരു എന്താ മൾട്ടി കുസിൻ ചെയ്തിട്ട് വന്നിട്ട് ആദ്യം തന്നെ ഒരു 3 വർഷം കൊറോണ പോലെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടി. ഒരുപാട് പേർക്ക് കുറേ ഹോട്ടൽ ആ സമയത്ത് തുടങ്ങിയവർക്കൊക്കെ കുറേ നഷ്ടം വന്ന് നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. ദൈവം സഹായിച്ച് നിർത്തേണ്ടി വന്നില്ല. വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഇത് ഇപ്പോൾ നല്ല സെയിലുണ്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ നല്ല ഫുഡ് കൊടുത്താൽ എല്ലായിടത്തും നല്ല സെയിൽ കിട്ടുക. ഹോട്ടലിൻ്റെ ഇതിൽ അങ്ങനെയാണ്. എന്താണ് സ്വിഗ്ഗിയായിട്ടും ഉണ്ട്. നന്നായി പോകുന്നുണ്ട് അത്. പിന്നെ ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം നമ്മൾ മട്ടൻ, അതായത് കുട്ടൻ കുറുമ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. അത് നല്ലോണം പോയിരുന്ന സാധനമാണ്. ഇപ്പം അത് കുറച്ചായിട്ട് ഇപ്പോൾ ഈ പള്ളി മറ്റുള്ള സംഗതികളിലൊക്കെ ഈ പെരുന്നാൾ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വ്രതത്തിലൊക്കെ അങ്ങനെ കുറേ നിർത്തി. അത് നെയ്ച്ചോറ് കുട്ടൻ കുറുമ നന്നായി പോയിരുന്നു ഇവിടെ. പിന്നെ ചട്ടിച്ചോറ് അല്ല
എല്ലാവരും വിചാരിക്കുക മട്ടൻ്റെയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടൻ കുറുമ എന്ന് ഉദ്ദേശിക്കുന്നത് മൂരിക്കുട്ടിയില്ലേ, അതിൻ്റെ ഒരു ഫുഡാണ്. മട്ടൻ്റെ വേറെ ഉണ്ട്, മട്ടൺ ഐറ്റംസ് വേറെ ഉണ്ട്. അതങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നാണ്. ഇപ്പോൾ നന്നായി പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചട്ടിച്ചോറ് നന്നായി പോയിരുന്നു. ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ വെറൈറ്റികൾ ഉണ്ട്. പിന്നെ ഈ പൊറോട്ടയിൽ തന്നെ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടികളുണ്ട്. കുറേ സംഗതികളുണ്ട്. എല്ലാം വന്നെന്ന് മാത്രം നമ്മൾ പാകം ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു വിഷയമുണ്ട്, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അത് ചില ആളുകൾക്ക് ചിലപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുള്ളതൊക്കെ ഉണ്ട്. സാധാരണ ഹോട്ടലിൽ പോയി ഉണ്ടാക്കി വെച്ച് കൊടുക്കല്ലോ, എല്ലാം കൈ കൊടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പാർട്ട്ണർ ഷാജിയേട്ടനോടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫുഡിനോട് അത്രയ്ക്കും ഒരു ഇഷ്ടം. അതായത് വളരെ സ്നേഹപൂർവ്വമാണ് പല ഫുഡിൻ്റെ വെറൈറ്റികളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഷാജിയേട്ടൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ഫുഡ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ടൈം എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫുഡ് പഴകിയ ഫുഡ് അങ്ങനെയൊന്നല്ല ഇവിടെ. അത് നമുക്ക് കിച്ചണിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്രയും നല്ല എന്താ പറയുക ഫ്രഷായിട്ടാണ് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് രതീഷ്. അപ്പം ചോദിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ വെറൈറ്റീസ്, വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഫിഷിലാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഫിഷ്, പിന്നെ നാടനായിട്ടാണ് ചിക്കൻ്റെ നാടനായിട്ടും കൂടുതലുണ്ട്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത് ഏതായിരിക്കും? ഫിഷാണ് കൂടുതൽ. ഫിഷിൻ്റെയാണ് വെറൈറ്റി കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഈ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ ചൈനീസും, പിന്നെ അൽഫാം തന്തൂരി, ജ്യൂസിൽ വെറൈറ്റി കുറച്ചുണ്ട്. പിന്നെ ഡെസർട്ടുകളോ? ഡെസർട്ട് കുറവാണ്. ചിക്കനിൽ ഏതാണ് വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് ട്രൈ ചെയ്യാൻ? ചിക്കനിൽ ചുട്ടുള്ളി. അതെങ്ങനെയാണ്? എന്ത് ഉള്ളി കൂടുതൽ? ചുവന്നുള്ളി. ചുവന്നുള്ളിയിൽ മസാല സെറ്റ് ചെയ്യുന്നു. എത്ര നാളായി ഇവിടെ? ഇവിടെ 3 വർഷം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല, ഉണ്ട് കസ്റ്റമർ. അപ്പം നല്ല വിശപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ 3 മണി കഴിഞ്ഞിട്ടാണ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നല്ല ഉച്ചയ്ക്കൊന്നും കഴിക്കാണ്ട് തന്നെയാണ് വന്നത്. അപ്പോൾ പുതിയ പുതിയ ഡിഷസ് ആയതുകൊണ്ട് ആ ഒരു ടൈമും കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഷാജിയേട്ടൻ പറഞ്ഞല്ലോ അത് പ്രിപ്പയർ ചെയ്ത് വരാൻ കുറച്ച് ടൈം പിടിക്കുന്നു. ഐ വാസ് റിയലി എക്സൈറ്റഡ് ടു ട്രൈ ഔട്ട്.
ഇത് ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് പട്യാല ചിക്കൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്ഗും ആ ചിക്കൻ്റെ അതൊക്കെ കൂടി ആ ഗ്രേവി ഒന്നുമില്ല, ഒരു രക്ഷയില്ല എന്ന് പറയില്ലേ, അത്രയും നല്ലൊരു ടേസ്റ്റ്. പൊറോട്ടയുടെ ഒപ്പം എന്തിൻ്റെ ഒപ്പം ചേരുന്ന ഒരു ടേസ്റ്റ്. എല്ലാവർക്കും ഷുവറായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. വേറൊരു കിടിലൻ ചിക്കൻ വെറൈറ്റി ഓറഞ്ച് ചിക്കൻ. ഇനി ഫിഷിന്റെ വെറൈറ്റീസ്: ഫിഷ് പുളിഞ്ചി, ചുട്ടുള്ളി ഫിഷ്, ഓടി നടന്ന ബ്രാലിനെ പിടിച്ച് വറ്റിച്ച ബ്രാലിന്റെ നല്ല സൂപ്പർ ബ്രാൽ വറ്റിച്ച കറി. റൈസിന്റെ വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്ത ഗീ റൈസ്, പുലാവ്, അതിൻ്റെ ഇടയിൽ പൊതിഞ്ഞു കൊണ്ടുവച്ചൊരു ഡിഷ് കണ്ടു. അപ്പം നമ്മുടെ പ്രിൻസേട്ടൻ അത് ചിക്കി മാന്തി പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് ചിക്കൻ പൊള്ളിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ പൊള്ളിച്ചത്. ഞാൻ ഈ പട്യാല ചിക്കനുമായിട്ട് ഇങ്ങനെ ഘോര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് പ്രിൻസേട്ടൻ ഈ ചിക്കൻ തുറന്നത്, പൊള്ളിച്ച ചിക്കൻ്റെ ആ പൊതി തുറന്നത്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. വാഴലയിൽ ഇങ്ങനെ ആ മസാലക്കൂട്ടൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ. അപ്പോൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പിന്നെ ഈ ആ ഒരു പൊള്ളിച്ച ചിക്കനോടുള്ള ഒരു മൽപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ബിരിയാണി റൈസ്, പിക്കിള്, സാലഡ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഈ എല്ലാ വെറൈറ്റീസും കൂടി കണ്ടപ്പോൾ നമുക്ക് എന്താ കഴിക്കണേന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. എല്ലാതിൻ്റെയും ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഡിഷുകളായിട്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് എല്ലാവരും ഒരു യുദ്ധത്തിൽ തന്നെയാണ്. ഇനി ഞാൻ ഓരോന്നിൻ്റെയും സ്വാദ് ഞാൻ പറഞ്ഞു തരാം. പട്യാല ചിക്കൻ്റെ സ്വാദ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി, വളരെ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്തോ, എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള ഷുവറാണ്. ഓറഞ്ച് ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, എന്നാൽ ചെറിയൊരു പുളിയുണ്ട്. അത് ചിക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ടെൻഡറായിട്ടിരിക്കുന്ന ഒരു ചിക്കൻ പോലെ, അതായത് എന്താ പറയുക, നല്ല കുക്ക്ഡാണ്, എന്നാൽ ഒരു സ്പെഷ്യൽ ഒരു ഫ്ലേവറൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്യാവുന്ന ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണ്. പിന്നെ ചുട്ടുള്ളി ഫിഷിൻ്റെ വെറൈറ്റി ഒക്കെ ഉഗ്രൻ തന്നെയാണ് കേട്ടോ. ചുട്ടുള്ളി ഫിഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ചെറിയ ഉള്ളിയുടെ സ്മെല്ല് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്രൈ ആ ഒരു രീതിയിലാണ് ഈ ഫിഷ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊന്നും ഒരു ഒറ്റ പീസ് ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാവരും നന്നായി കഴിച്ചു അത്. അതുപോലെ പുളിഞ്ചി ചിക്കന് പുളിഞ്ചിയുടെ ഒരു ടേസ്റ്റ്, ആ ഒരു പുളി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ. പക്ഷെ ഒരു വെറൈറ്റിയാണ്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു ഡിഷ് തന്നെയാണ് ഈ പുളിഞ്ചി ഫിഷ് എന്ന് പറഞ്ഞത്. പിന്നെ നേരത്തെ ചിക്കൻ പൊള്ളിച്ചതിൻ്റെ കാര്യം പറഞ്ഞു, അത് 1.5 വെറൈറ്റി തന്നെയാണ്. നമ്മൾ ഫിഷ് പൊള്ളിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, ചിക്കൻ ഇതുപോലെ ഞാൻ പൊള്ളിച്ച് കഴിച്ചിട്ടില്ല. നമ്മുടെ ചാനലിലും അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വെറൈറ്റി ട്രൈ ചെയ്താലോ എന്ന് തോന്നുന്നുണ്ട്. ബ്രാല് പറ്റിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല പുളിയും എരിവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ചോറിൻ്റെ ഒപ്പമാണ് ഏറ്റവും കൂടുതൽ യോജിക്കുക. എന്നാലും ഞങ്ങൾ ബ്രാലല്ലേ, ഇത്രയും ഇഷ്ടമുള്ള ഫിഷ് വേറെ ഉണ്ടോ, എന്തായാലും എടുത്ത് ഞങ്ങൾ കഴിച്ചുട്ടാ. ഗ്രേവിയൊക്കെ നല്ല സ്വാദുണ്ട്. നമുക്ക് റൈസിൻ്റെ വെറൈറ്റീസ് 3 വന്നിട്ടുണ്ട്. ബിരിയാണി റൈസ്, ഗീ റൈസ്, അതുപോലെ ഒരു സ്പെഷ്യൽ പുലാവ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുലാവാണ്. ആ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുള്ള പുലാവിന് ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുലാവല്ല, എന്തോ വെറൈറ്റി പുലാവ് പറഞ്ഞു, ഞാൻ ആ പേര് മറന്നുപോയിട്ടാണ്. പിന്നെ ബിരിയാണി റൈസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്തിന് വേവ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഞാൻ കണ്ടത്. അതായത് ചിക്കനും ഇതിലെല്ലാതും
എല്ല് എന്താ പറയാ അതിന്ന് ആ ഒരു പാകാണ് ശരിക്കും പറയാ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എല്ലിന്ന് വേർപ്പെടില്ല, എന്താന്ന് വെച്ചാൽ നന്നായിട്ട് വേവ. ആ ഒരു പാകുണ്ടല്ലോ, അതാണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള വേവ്. അത് എല്ലാ ഡിഷുകളിലും, മീനായാലും ചിക്കൻ ആയാലും അത് കാണാൻ പറ്റി. അതുപോലെ റൈസ് ഐറ്റംസിലായാലും പാകത്തിന് വേവ് ഒട്ടിപ്പിടിക്കാണ്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷെഫ് പറഞ്ഞ പോലെ തന്നെ ഡെസേർട്ടിന്റെ വെറൈറ്റീസ് ഇവിടെ കുറവാണ്. എന്തായാലും അതൊക്കെ കൂട്ടുന്നാണ് പറഞ്ഞേക്കുന്നത്. ജ്യൂസിന്റെ വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഈ ഡെസേർട്ട് കഴിക്കാനല്ലേ കൂടുതൽ താല്പര്യം. അപ്പോൾ ഞങ്ങൾ ഡെസേർട്ട് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസേർട്ടും അതിൻ്റെ കൂടെ തന്നെ ഐസ്ക്രീമൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു സ്പെഷ്യൽ ഒരു വെറൈറ്റിയും കൂടി കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് നാളായിട്ട് മധുരം ഇത്തിരി കുറവാണ് കഴിക്കുന്നത്, തടിയൊക്കെ വെച്ച് വന്നപ്പോൾ. എന്നാലും ഇത് കണ്ടപ്പോൾ എന്തായാലും ഇത് ഞങ്ങളെല്ലാവരും മാറി മാറി ടേസ്റ്റ് നോക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ. എന്തായാലും ഓവറോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ഫുഡ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഞാൻ ഈ റെസ്റ്റോറൻറ്റ് റെക്കമെൻഡ് ചെയ്യും. ഡെലീഷ്യസ് ഫുഡ്, റീസണബിൾ റേറ്റ്, വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ, അറ്റൻറ്റീവ് ആൻഡ് ഫ്രണ്ട്ലി സ്റ്റാഫ്, ഇംപെക്കബിൾ സർവീസ്. ഒരു തവണ ഇവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തവർ വീണ്ടും വരും. ഇവിടെ വരാത്തവർ വന്ന് ഇവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. Then okay, tata, bye bye, see you.